ഗൈസ് നമ്മൾ ഇന്നത്തെ പരിപാടി ഈ ഒരു പഴയ ഷർട്ടിനെ നമ്മളൊരു പുതിയ ടോപ്പാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ ഞാൻ തൊഴിലുറപ്പിൻ്റെ പണിക്ക് പോകുന്ന പോലെ ഉണ്ടോ? പക്ഷേ ഇതല്ല, ഇത് കുറച്ച് ലൂസായതുകൊണ്ട് തോന്നുക. ഞാനിപ്പോൾ ഈ ചെയ്യുന്നത് കണ്ടോ, ഞാൻ എൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മളിത് കട്ട് ചെയ്ത് കളയേണ്ടത്. പോക്കറ്റ് ഞാൻ ഓൾറെഡി റിമൂവ് ചെയ്ത് കളഞ്ഞു. പിന്നെ നമ്മൾ മാർക്ക് ചെയ്തില്ലേ, ആ ഒരു പോർഷൻ്റെ അവിടെ നിന്ന് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടൊരു വര വരച്ചു കൊടുക്കുക. ബിക്കോസ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കൂടിപ്പോയി കുറച്ച് കുറഞ്ഞു പോയി അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ആ ഒരു മെറ്റീരിയൽ വരച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യുന്നത്. അതാകുമ്പോൾ ഇങ്ങനെ ഒരു സൈഡിൽ കൂടിപ്പോയി ഒരു സൈഡിൽ കുറഞ്ഞു പോയി അങ്ങനത്തെ ഇഷ്യൂ വരില്ല. ഇപ്പോൾ ഇത് കണ്ടോ, നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഞാൻ ഒരു ക്രോപ്പ് ടോപ്പ് പോലെ ആട്ടോ വിചാരിക്കുന്നത്. ഇതിങ്ങനെ രണ്ടായി കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ താഴത്തെ പോർഷനില്ലേ, ഇതാണ് അതിൻ്റെ താഴത്തെ പോർഷൻ. അത് വെച്ച് ഫ്രണ്ട് കവർ ആവുന്ന രീതിയിലുള്ളൊരു പാറ്റേൺ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതുണ്ടോ, ഇത് ഇങ്ങനെ നമ്മൾ ആ ഒരു ഫ്രണ്ടത്തെ പോർഷൻ കവർ ആവുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ ഓൾറെഡി നമുക്കൊരു പാറ്റേൺ പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ആ ഷോൾഡറിൻ്റെ പോർഷനാണ്. ഷോൾഡറിൻ്റെ പോർഷനും ആം ഹോളിൻ്റെ ആ ഒരു സൈഡുമാണ് ഇത് വരുന്നത്. അത് ഞാനിങ്ങനെ മെല്ലെ മെല്ലെ നോക്കിയിട്ട് അതൊന്ന് കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതെന്തിനാ വെച്ചാൽ നമുക്കത് കട്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടി സിമ്പിൾ ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടോ. പിന്നെ ആ ഒരു സൈഡിലില്ലേ ഫ്രണ്ട് പോർഷനിൽ ഞാനതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ മാർക്കിംഗ് ഫുൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ മാർക്ക് ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റിലല്ല മാർക്ക് ചെയ്തത്, കുറച്ചൊന്ന് വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അതായത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു സ്പേസും കൂടി വരുന്ന രീതിയിൽ. ഇവിടെ ഞാൻ കറക്റ്റ് ഇതിലൂടെ മാർക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് ഞാൻ കുറച്ച് സീം അലവൻസും കൂടി വിട്ടിട്ടായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഞാൻ ഈ സൈഡിൽ സീം അലവൻസ് വിട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചൊരു സീം അലവൻസ് അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിലേക്ക് മടക്കി ഇടുകയില്ലേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കുറച്ച് എക്സ്ട്രാ പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു ഹാഫ് ഇഞ്ച് 4 ഇഞ്ചൊക്കെ മതി, ചെറുതായിട്ടൊന്ന് ഉള്ളിലേക്ക് അടിക്കാനേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെറിയ രീതിയിൽ കൂടെ വിട്ടിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഈ കട്ട് ചെയ്ത പീസില്ലേ, അത് ഫുള്ളായിട്ടൊന്ന് പിൻ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഫസ്റ്റൊക്കെ എനിക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടായി, ഇത് ഇതിനിപ്പോൾ പിൻ ചെയ്തെടുക്കുന്നത് നമുക്ക് കണ്ട് സ്റ്റിച്ച് ചെയ്താൽ പോലെയെന്ന്. ബട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മെറ്റീരിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകില്ല. അപ്പോൾ കറക്റ്റ് നമുക്ക് വിചാരിച്ചതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ബാലൻസ് വരുന്നുള്ള ആ ക്ലോത്തുകളില്ലേ, അതിൻ്റെ ആ ഒരു ഈ ബട്ടൺസ് കിട്ടുന്ന സാധനമില്ലേ, അത് ഞാനൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെയും നമുക്ക് അത് കട്ട് ചെയ്ത് കളഞ്ഞാലുള്ള ഈ ബാലൻസ് വരുന്ന ഈ മെറ്റീരിയൽ ഞാനൊരു 2 ഇഞ്ച് തന്നെ അല്ലേ, ഒരു 2.5 ഇഞ്ച് വിടത്തിൽ ഞാൻ ഇതുപോലെ കുറച്ച് പീസസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് എന്തിനാണെന്ന് എനിക്ക് വലിയ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റാണ് ഞാൻ ഇത് ഒന്ന് എടുത്ത് ഉപയോഗിച്ചത്. ഇപ്പോൾ കണ്ടോ, ഇപ്പം ഞാനിങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുന്നില്ലേ, ആ രീതിയിൽ വേണം നമുക്ക് അവിടെയൊക്കെ അടിച്ചെടുക്കാൻ. അല്ലെങ്കിൽ അതിൻ്റെ ത്രെഡൊക്കെ ഇങ്ങനെ പുറത്തേക്ക് കാണില്ലേ. സോ നമ്മൾ പിൻ ചെയ്തതുപോലെ എല്ലാ സൈഡിലും ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ആ മെറ്റീരിയലിൻ്റെ മേലേക്ക് വെച്ചിട്ട്, അതായത് ആ ഷർട്ടിൻ്റെ മേലേക്ക് വെച്ചിട്ട് ഈ പീസ് ഒരു പ്രസ് അടി അടിച്ചെടുക്കുന്നത്. ഈ രീതിയിൽ കണ്ടോ, ഇതിപ്പോൾ ഞാൻ അടിക്കുന്നു, അതാണ് പ്രസ് അടി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആ ഒരു സീം അലവൻസ് ആ ഷോൾഡറിൻ്റെ അവിടെ ഒരു ആം ഫിറ്റിൻ്റെ അവിടെയൊക്കെ നമ്മൾ കുറച്ച് മെറ്റീരിയൽ കുറച്ച് വിട്ട് വെച്ചില്ലേ, ആ പീസ് ഒന്ന് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അത് നോക്കിയ സമയത്ത് ഭയങ്കര പ്ലെയിനാണ്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് എന്തെങ്കിലും എംബ്രോയ്ഡറി ചെയ്യാൻ വിചാരിച്ചിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ, ചെറിയൊരു ഫ്ലവറിൻ്റെ കുറച്ച് ലീവ്സൊക്കെ വരുന്ന രീതിയിലൊരു ഫോട്ടോ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ടൊന്ന് അവിടെയൊക്കെ വെച്ച് നോക്കുക കേട്ടോ. കാരണം എവിടെ വെച്ചാലാണ് നന്നാവുക എന്നറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇപ്പോൾ അതിൻ്റെ എംബ്രോയ്ഡറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര ബ്രൈറ്റ് കളേഴ്സൊന്നും ഞാൻ ചൂസ് ചെയ്യുന്നില്ല കേട്ടോ. കുറച്ചൊന്ന് ഗ്രീൻ ആണെങ്കിൽ പോലും കുറച്ച് ലൈറ്റ് ഷെയ്ഡ്സ് വരുന്ന രീതിയിലാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഓൾറെഡി ആ ഒരു ടോപ്പ് ഭയങ്കര ഹെവി ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ്. അപ്പോൾ ഞാൻ ലീവ്സൊക്കെ ഫുൾ ചെയ്തെടുത്തു. അതിനുശേഷം നമുക്കതിൻ്റെ സ്റ്റെമ്മുകൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ ഫ്ലവേഴ്സ് ഓൾറെഡി 2 ഡബിൾ ഷെയ്ഡ് വരുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലീവ്സും എനിക്ക് ഡബിൾ ഷെയ്ഡ് കൊടുക്കണം എന്നാണ്. അതാകുമ്പോൾ നമ്മൾ കൊടുത്ത ത്രെഡിൻ്റെ കളർ ഇങ്ങനെ കുത്തി നിൽക്കുന്ന ഒരു കളറായിട്ട് തോന്നില്ല, കുറച്ചൊന്ന് ഓഫായിട്ട് വരുന്ന രീതിയിലാണ് കളർ തോന്നുക. പിന്നെ അതിൻ്റെ സ്റ്റെമ്മ് ചെയ്തെടുക്കുകയാണ്. സ്റ്റെമ്മ് എപ്പോഴും നമ്മളിപ്പോൾ ലീഫ് ഒരു ഗ്രീൻ കളറാണെന്ന് വിചാരിച്ചിട്ട് എല്ലാം നമ്മൾ ആ ഒരു സെയിം കളർ ഗ്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്ര ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രീൻ ആണെങ്കിൽ പോലും ഗ്രീനിൻ്റെ പല ഷെയ്ഡ്സ് കൊടുക്കാൻ എപ്പോഴും ട്രൈ ചെയ്യണം കേട്ടോ, നിങ്ങളിതുപോലെ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഞാൻ സ്റ്റെമ്മ് ചെയ്തെടുക്കുകയാണ്. സ്റ്റെമ്മ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ആ ലീഫിന് ഞാൻ പറഞ്ഞല്ലോ ഒരു ഷെയ്ഡിങ് കൊടുക്കണമെന്ന്. ഇതിൽ കണ്ടോ, നിങ്ങൾക്ക് ഷെയ്ഡിങ് മനസ്സിലാവുന്നുണ്ടോ? ഒരു ലീഫിന് മാത്രമാണ് ഞാൻ
ഷെയ്ഡിങ് ചെയ്യാത്തത്. ബാക്കി ഞാൻ ഷെയ്ഡിങ് ചെയ്തു. ഇത് കണ്ടോ, ഇത് നമ്മൾ ഷെയ്ഡിങ് ചെയ്യുന്ന സമയത്ത് ആ ഒരു എംബ്രോയ്ഡറി ത്രെഡില്ലേ അതിൻ്റെ ഒരു ഒറ്റ ഇഴ മാത്രം എടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഉള്ളിലൂടെ ഇങ്ങനെ ഓരോ ത്രെഡിൻ്റെ ഉള്ളിലൂടെ കയറ്റി വിട്ട് കൊടുക്കാം. അതാകുമ്പോൾ ചെറിയൊരു ഷെയ്ഡിങ്ങും തോന്നും, ആ ഒരു ത്രെഡ് ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ടും നിൽക്കൂല. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടിപ്സ് ഒന്ന് ചെയ്തെടുക്കാൻ നോക്കാട്ടോ. അതാകുമ്പോൾ ഒന്ന് കാണാൻ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ മുട്ടുകളൊക്കെ ഇല്ലേ അതൊക്കെ ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ ഫ്രഞ്ച് നോട്ട് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്തെടുത്തു. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മെറ്റീരിയലില്ലേ അത് വെച്ചിട്ട് ഞാൻ ടൈ പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കെട്ടുന്ന ടൈ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഓൾ ഓവർ നോർമൽ വൈറ്റ് ത്രെഡ് യൂസ് ചെയ്തിട്ട് ഒരു ഔട്ട്ലൈൻ പോലെ കൊടുത്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇത് കണ്ട് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ഇത് പഴയ ഷർട്ട് വെച്ചിട്ട് നമ്മൾ ചെയ്താണെന്ന്? ഇല്ല ഗൈസ്, അങ്ങനെ മനസ്സിലാവില്ല. അതാണ് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ അതിൻ്റെ വീഡിയോയും കാണിച്ചിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബിക്കോസ് ഒരു ഷർട്ട് നിങ്ങൾ കളയാൻ എടുത്ത് വയ്ക്കുന്നതിന് പകരം ഇങ്ങനെ ചെയ്താൽ നല്ലതല്ലേ. അപ്പോൾ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം.